So next chapter is the law of agency. അപ്പം നിങ്ങൾക്കറിയാം ലോ ഏജൻസി ഏജൻ്റ് ആരാണ്, എന്താണ് ഏജൻസി എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് ലീഗൽ ടേംസിൽ നോക്കാം എന്താണ് ഏജൻസി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏജൻറ്റും പ്രിൻസിപ്പിളും ആരെയാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്? An agent is a person employed to do any act for another or to represent another in dealings with third parties. അതായത് തേർഡ് പാർട്ടീസ് ആയിട്ടുള്ള ഡീലിങ്സിൽ ഒരു വ്യക്തിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളെയാണ് എന്തെന്ന് പറയുക, ഏജൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പ്രിൻസിപ്പിളിൻ്റെ പ്രിൻസിപ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഏജൻറ്റ് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഡീലിങ്സ് നടത്തുന്നത്. ഓക്കെ, ഇനി ദ പേഴ്സൺ ഫോർ ഹൂം സച്ച് ആക്ട് ഇസ് ഡൺ ഓർ ഹൂ ഇസ് സോ റെപ്രസെൻറ്റഡ് ഇസ് കോൾഡ് പ്രിൻസിപ്പിൾ. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവരെ എന്ത് പറയും? പ്രിൻസിപ്പിൾ എന്നും പറയും. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. എ എന്ന് പറയുന്ന ആളാണ് ശരിക്കും എന്താ ചെയ്യുന്നത്, ഹീസ് റണ്ണിങ് എ ബിസിനസ്. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു, ഹി അപ്പോയിൻറ്റഡ് ബി ആസ് ഹിസ് ഏജൻറ്റ്. അപ്പോൾ എപ്പോഴും എ ഷോപ്പിലുണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല, എല്ലാ കച്ചവടവും നടത്തുന്നത് ആരാണ്? ബി ആണ്. അപ്പോൾ ശരിക്കും അവിടെ ഡീലിങ്സ് വരുന്നത് ആരാണ്? ഈ ബി എന്ന് പറയുന്ന ഏജൻറ്റും തേർഡ് പാർട്ടീസുമാണ്. പക്ഷേ ആരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? റെപ്രസെൻറ്റ്സ് എ. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്തെന്ന് പറയുന്നത്, ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ആദ്യം ഡെഫിനിഷൻ ഒന്ന് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഏജൻസി എന്നുള്ള. അപ്പോൾ ഏജൻസിൻ്റെ ഡെഫിനിഷൻ തന്നിരിക്കുന്നത് സെക്ഷൻ 182 അപ്പോൾ ഇതാണ് പറയുന്നത്: എൻ ഏജൻറ്റ് ഇസ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ or to represent another in dealings with third parties, and the person for whom such act is done or who is so represented is called principal. അപ്പോൾ ഏജൻസിൻ്റെ ഡെഫിനേഷൻ തന്നത് ആരാ ഏജൻറ്റ് ആരാ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഏജൻസിൻ്റെ ഡെഫിനേഷൻ തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ ഓർ ടു റെപ്രസെൻറ്റ് അനദർ in dealings with third parties. But a person who merely gives advice to another in matters of business is not an agent. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ അഡ്വൈസ് മാത്രം കൊടുക്കല്ല, ശരിക്കും അയാൾ എന്താ ചെയ്യുന്നത്? ഹി റെപ്രസെൻറ്റ്സ് ദ പ്രിൻസിപ്പിൾ. അങ്ങനെയുള്ള ആളുകളെ എന്താക്കുള്ളൂ, നമ്മൾ ഏജൻ്റായിട്ട് കണക്കാക്കുള്ളൂ. ഇനി ഈ ഏജൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ കുറേ ഇത് പറയുന്നുണ്ട്. ദ പേഴ്സൺ ഹു ഡെലിഗേറ്റ്സ് അതോറിറ്റി ഈസ് നോൺ ആസ് ദ പ്രിൻസിപ്പിൾ. then that to whom the power is delegated is called agent. Agent ആരാ, പ്രിൻസിപ്പിൾ ആരാന്നൊക്കെ ഉള്ളതിൻ്റെ മീനിങ്സ് തന്നത്. that relationship created is known as agency. a person who act in place of another is an agent. the person on whose behalf he act is known as പ്രിൻസിപ്പിൾ. അപ്പോൾ ആരാണ് പ്രിൻസിപ്പിൾ, ആരാണ് ഏജൻറ്റ്? ആ ഒരു റിലേഷൻഷിപ്പ്, ആ ക്രിയേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിന് നമ്മൾ പറയുന്ന ടേമാണ് ഏജൻസി. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദ പ്രിൻസിപ്പിൾ ഈസ് ആൻസറബിൾ ടു തേർഡ് പാർട്ടീസ് ഫോർ ദി ആക്ട് ഓഫ് ഏജൻറ്റ്. അതായത് ഏജൻറ്റ് എന്ത് ചെയ്താലും അതിന് ഉത്തരവാദി ആരായിരിക്കും എന്നാണ് പറയുന്നത്? പ്രിൻസിപ്പിളായിരിക്കും. ശരിക്കും പ്രിൻസിപ്പിൾ അവിടെ നേരിട്ട് ഇടപെടുന്നില്ലെങ്കിൽ കൂടി പക്ഷേ എല്ലാ റിലേഷൻഷിപ്പും വരുന്നത് ആര് തമ്മിലായിരിക്കുന്ന റെസ്പോൺസിബിൾ ആവുന്നത് പ്രിൻസിപ്പിളായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഏജൻസിക്ക് എന്താ പറയുന്നത്? കൺസിഡറേഷൻ ഇസ് നോട്ട് നെസസറി എന്ന് പറയുന്നുണ്ട്. അതായത് നോ കൺസിഡറേഷൻ ഇസ് നെസസറി ടു ക്രിയേറ്റ് എൻ ഏജൻസി. അങ്ങനെ ഇപ്പം പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിലൊരു ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കൺസിഡറേഷൻ്റെ ആവശ്യം വരുന്നില്ല. ഇനിയിപ്പം വെറുതെ ചെയ്യുന്നവരുണ്ട്, ചിലപ്പം എന്താക്കാം, എന്തെങ്കിലും കമ്മീഷനോ അങ്ങനെയൊക്കെ ഏജൻറ്റിന് കിട്ടുള്ളൂ, അല്ലാണ്ട് ഒരു കൺസിഡറേഷനൊന്നും അവിടെ ആവശ്യം വരുന്നില്ല. പിന്നെ പ്രിൻസിപ്പിൾ മസ്റ്റ് ബി കോമ്പിറ്റൻറ്റ് ടു എംപ്ലോയ് എൻ ഏജൻറ്റ്. അതായത് ഓൺലി എ പേഴ്സൺ ഹു ഈസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട് ക്യാൻ എംപ്ലോയ് എൻ ഏജൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഏജൻറ്റ് ആരായാലും പ്രശ്നമില്ല, പക്ഷെ പ്രിൻസിപ്പിൾ എങ്ങനെയുള്ള ആളായിരിക്കണം? ഹീ ഷുഡ് ബി എ കോമ്പിറ്റൻറ്റ് പേഴ്സൺ ടു എൻറ്റർ ഇൻ ടു contract. That is the first requisite of an agency, that the principal should be competent to contract. Since an agent is employed
mainly to bring about a contractual relationship between the principal and third parties, the principal and third parties who actually enter into the contract. മനസ്സിലായല്ലോ, ഏജൻറ് ഉണ്ടെങ്കിൽ കൂടി ശരിക്കും കോൺട്രാക്റ്റ് നിലവിൽ വരുന്നത് ആര് തമ്മിലാണ്? പ്രിൻസിപ്പളും തേർഡ് പാർട്ടിയാണ്. സോ ഹെൻസ് ദേ മസ്റ്റ് ബി പേഴ്സൺസ് കേപ്പബിൾ ഓഫ് എൻട്രിങ് ഇൻ ടു കോൺട്രാക്ട്. അതായത് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ആൾ എപ്പോഴും കോമ്പിറ്റൻറ്റ് പേഴ്സൺ ആയിരിക്കണം. ഇനി thus any person who is major and of sound mind can employ an agent. A lunatic or minor or a drunken person cannot employ an agent എന്നാണ് പറയുന്നത്. അപ്പോൾ ഏജൻറ്റിനെ വെക്കണമെങ്കിൽ പ്രിൻസിപ്പൾ ഒരു കോമ്പിറ്റൻറ്റ് പേഴ്സൺ ആയിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇതാണ് 3 പോയിന്റ് പറയുന്നത്. അതായത് പ്രിൻസിപ്പൾ ഷുഡ് ബി കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. രണ്ട്, എനി പേഴ്സൺ മേ ബിക്കം എൻ ഏജൻറ്റ്. ആർക്ക് വേണമെങ്കിലും ഏജൻ്റ് ആവാം. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഏജൻറ്റ് മസ്റ്റ് ബി എ പേഴ്സൺ കോമ്പിറ്റൻറ്റ് ടു എൻട്രി ഇൻ ടു കോൺട്രാക്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രിൻസിപ്പൾ എന്തായാൽ മതി? കോമ്പിറ്റൻറ്റ് പേഴ്സൺ ആയാൽ മതി. അല്ലാതെ ഏജൻറ്റിൻ്റെ എനിവൺ ക്യാൻ ബിക്കം എൻ ഏജൻറ്റ്. ഓക്കെ. ദെൻ തേർഡ് വൺ, നോ കൺസിഡറേഷൻ ഇസ് നെസസറി ടു ക്രിയേറ്റ് എൻ ഏജൻസി. Thank you.